भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അഥ 20തമോऽധ്യായ. ഉദ്ധവ ഉവാച. വിധിശ്ച പ്രതിഷേധശ്ച നിഗമോ ഹീശ്വരസ്യ തേ അവേക്ഷതേ രവിന്ദാക്ഷ ഗുണം ദോഷം ച കർമ്മണാം വർണ്ണാശ്രമവികൽപ്പം ച പ്രതിലോമാനുലോമജം ദ്രവ്യദേശവയക്കാലാൻ സ്വർഗം നരകമേവ ച ഗുണദോഷാഭിധാ ദൃഷ്ടിമന്തരേണ വചസ്തവ നിശ്രേയസം കഥം നൃണാം നിഷേധവിധിലക്ഷണം പിതൃദേവ മനുഷ്യാണാം വേദശ്ചക്ഷുസ്തവേശ്വര ശ്രേയസ്ത്വനുപലബ്ധേർത്ഥേ സാധ്യസാധനയോരപി ഗുണദോഷാഭിധാ ദൃഷ്ടിർനിഗമാത്തേ നഹി സ്വതാ നിഗമേനാപവാദാശ്ച ഭിദായ ഇതിഹ ഭ്രമ. ശ്രീഭഗവാനുവാച. യോഗാസ്ത്രയോ മയാ പ്രോക്താ നൃണാം ശ്രേയോ വിധിൽസയാ ജ്ഞാനം കർമ്മ ച ഭക്തിശ്ച നോപായാന്യോസ്തി കുത്രചിൽ നിർവിണ്ണാനാം ജ്ഞാനയോഗോ ന്യാസിനാമിഹ കർമ്മസു തേഷ്വനിർവിണ്ണചിത്താനാം കർമ്മയോഗസ്തു കാമിനാം യദൃച്ഛയാ മൽക്കധാദൗ ജാതശ്രദ്ധസ്തു യഃ പുമാൻ ന നിർവിണ്ണോ നാദിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിത താവൽ കർമാണി കുർവീത ന നിർവിദ്യേത യാവതാ മൽക്കഥാശ്രവണാദൗ വാ ശ്രദ്ധാ യാവന്ന ജായത്തെ. സ്വധർമ്മസ്ഥോ യജന്യജ്ഞൈരനാശീ കാമ ഉദ്ധവ നയാതി സ്വർഗനരകൗ യദ്യന്യന്ന സമാചരിൽ അസ്മിൻ ലോകേ വർത്തമാന സ്വധർമ്മസ്ഥോ നഖശുചി ജ്ഞാനം വിശുദ്ധമാപ്നോതി മൽഭക്തിം വാ യദൃച്ഛയാ സ്വർഗിണോപ്യേതമിച്ഛന്തി ലോകം നിരൈണസ്തഥാ സാധകം ജ്ഞാനഭക്തിഭ്യാമുഭയം തദസാധകം നര കോ സ്വർഗതിം കാംക്ഷേന്നാരകിം വാ വിചക്ഷണ നേമം ലോകം ച കാംക്ഷേത ദേഹാവേശാൽ പ്രമാദ്യതി ഏതദ്വിദ്വാൻ പുരാ മൃത്യോരഭവായ ഘടേതസ അപ്രമത്ത ഇദം ജ്ഞാത്വാമർത്യമപ്യർത്ഥസിദ്ധിദം ഛിദ്യമാനം യമൈരേതേ കൃതനീഡം വനസ്പതിം ഖഗ
സ്വകേതമുത്സൃജ്യ ക്ഷേമം യാതി ഹ്യലംബട. അഹോരാത്രൈച്ഛിദ്യമാനം ബുദ്ധ്വായുർഭയവേപഥു മുക്തസംഗപരം ബുദ്ധ്വാ നിരീഹ ഉപശാമ്യതി. നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം ന തരേൽ സ ആത്മഹ. യദാരംഭേഷു നിർവിണ്ണോ വിരക്ത സംയതേന്ദ്രിയ അഭ്യാസേനാത്മനോ യോഗി ധാരയേദചലം മന. ധാര്യമാണം മനോയർഹി ഭ്രാമ്യദാശ്വനവസ്ഥിതം അതന്ത്രിതോനുരോധേന മാർഗേണാത്മവശം നയേൽ. ഏഷ വൈ പരമോ യോഗോ മനസഃ സംഗ്രഹസ്മൃത ഹൃദയജ്ഞത്വമന്വിച്ഛൻ ദമ്യസ്യേവാർവതോ മുഹു. സാഖ്യേന സർവഭാവാനാം പ്രതിലോമാനുലോമത ഭവാപ്യയാവനുധ്യായേന്മനോ യാവൽ പ്രസീദതി. നിർവിണ്ണസ്യ വിരക്തസ്യ പുരുഷസ്യോക്തവേദിന മനസ്ത്യജതി ദൗരാത്മ്യം ചിന്തിതസ്യാനുചിന്തയാ. യമാദിഭിർയോഗപഥൈരാന്വീക്ഷിക്യാ ച വിദ്യയാ മമാർച്ചോപാസനാഭിർവാ നാന്യൈർയോഗ്യം സ്മരേന്മന. യദി കുര്യാൽ പ്രമാദേന യോഗീ കർമ്മ വിഗർഹിതം യോഗേനൈവ ദഹേദംഭോ നാന്യത്തത്ര കദാചന. സ്വേ സ്വേധികാരേ യാ നിഷ്ഠ സഗുണപരികീർത്തിത കർമ്മണാം ജാത്യശുദ്ധാനാമനേന നിയമകൃത ഗുണദോഷവിധാനേന സംഗാനാം ത്യാജനേക്ഷയാ. ജാതശ്രദ്ധോ മൽക്കഥാസു നിർവിണ്ണ സർവകർമ്മസു വേദദുഃഖാത്മകാൻ കാമാൻ പരിത്യാഗേപ്യനീശ്വര. തതോ ഭജേത മാം പ്രീത ശ്രദ്ധാലുർദൃഢനിശ്ചയ ജുഷമാണശ്ച താൻ കാമാൻ ദുഃഖോദർക്കാംശ്ച ഗർഹയൻ. പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാസകൃന്മുനെ കാമാ ഹൃദയ്യാ നശ്യന്തി സർവേ മയി ഹൃദി സ്ഥിതേ. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയാ ക്ഷീയന്തെ ചാസ്യ കർമാണി മയി ദൃഷ്ടേ അഖിലാത്മനി. തസ്മാത് മദ്ഭക്തിയുക്തസ്യ യോഗിനോ വൈ മദാത്മന ന ജ്ഞാനം ന ച വൈരാഗ്യം പ്രായ ശ്രേയോ ഭവേദിഹ. യൽ കർമ്മഭിര്യത്തപസാ ജ്ഞാനവൈരാഗ്യതശ്ചയൽ യോഗേന ദാനധർമ്മേണ ശ്രേയോഭിരിതരൈരപി. സർവം മദ്ഭക്തിയോഗേന മദ്ഭക്തോ ലഭതേഞ്ജസ സ്വർഗാപവർഗം മദ്ധാമ കഥഞ്ചിദ്യതി വാഞ്ഛതി. ന കിഞ്ചിൽ സാധവോ ധീര ഭക്താ ഹ്യേകാന്തിനോ മമ വാഞ്ഛന്ത്യപി മയാ ദത്തം കൈവല്യമപുനർഭവം. നൈരപേക്ഷ്യം പരം പ്രാഹുർനിശ്രേയസമനൽപകം തസ്മാൽ നിരാശിഷോ ഭക്തിർനിരപേക്ഷസ്യ മേ ഭവേൽ. ന മയ്യേകാന്തഭക്താനാം ഗുണദോഷോദ്ഭവാ ഗുണാ സാധൂനാം സമചിത്താനാം ബുദ്ധേ പരമുപേയുഷാം. ഏവമേതാൻ മയാദിഷ്ടാനനുതിഷ്ഠന്തി മേ പഥ ക്ഷേമം വിന്ദന്തി മത്സ്ഥാനം യദ്ബ്രഹ്മ പരമം വിദു. ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ വിംശതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരുവായൂരപ്പാ ശരണം. കഥാമയിം ഭാഗവതാഭിധാനാം
ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് മറ്റൊരു ദിവസം കൂടി ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരോപാസനയുടെ ഭാഗമായിട്ട് വരുന്നു. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇതിൽ ആദ്യത്തെ ശ്ലോകങ്ങൾ ഉദ്ധവൻ്റെ ചോദ്യങ്ങളാണ്. 5 ശ്ലോകങ്ങൾ. ആ ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം ഇന്ന് അനുസ്മരിക്കുന്നത്. ഉദ്ധവൻ ചോദിക്കുകയാണ്, യമനിയമങ്ങളെക്കുറിച്ചുള്ള വർണ്ണന കഴിഞ്ഞതിന് ശേഷം വിധിശ്ച പ്രതിഷേധശ്ച നിഗമോ ഹീശ്വരസ്യത്തെ അവേക്ഷതേരവിന്ദാക്ഷ ഗുണം ദോഷം ച കർമ്മണ. ഹേ അരവിന്ദാക്ഷ, അരവിന്ദം പോലെ താമരപ്പൂ പോലെയുള്ള കണ്ണുകളോടുകൂടിയ താമരക്കണ്ണ. വിധീച്ച, വിധിയും പ്രതിഷേധാച്ച, നിഷേധവും ഈശ്വരസ്യ തേ നിഗമഃ, നിയന്താവായിരിക്കുന്ന അങ്ങയുടെ ആജ്ഞാരൂപമായ നിഗമം വേദമാണ്. കർമ്മണാം ഗുണം ദോഷം അവേക്ഷതേ, കർമ്മങ്ങളുടെ ഗുണത്തെയും ദോഷത്തെയും ആ വേദങ്ങൾ പറയുന്നുണ്ടല്ലോ. വേദത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഗുണകർമ്മങ്ങളെക്കുറിച്ചും ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ദോഷകർമ്മങ്ങളെക്കുറിച്ചും വേർതിരിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും വേർതിരിച്ച് കാണുന്നത് ദോഷമാണെന്നും രണ്ടിനെയും ഉപേക്ഷിക്കുന്നതാണ് ഗുണമെന്നും അങ്ങ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങയുടെ വാക്ക് തന്നെയായ വേദങ്ങളും ഇപ്പോൾ അങ്ങ് പറഞ്ഞ വാക്കും തമ്മിൽ പൂർവാപര വിരോധം എന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവണം. ലോകത്തിലെ പല തരക്കാരെയും ഉയർത്തുന്നതിന് വേണ്ടി ആ തരത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. അത് പ്രവൃത്തി മാർഗത്തിൽ ശ്രദ്ധിക്കുന്ന പലതരം ആളുകളെ അനുഗ്രഹിക്കാനാണ് എന്ന് ഭഗവാൻ സമാധാനിക്കുകയാണ്. ഈ 20-ാമത്തെ അധ്യായം അതാണ്. അപ്പോൾ ഭക്തി, ജ്ഞാനം, കർമ്മം, ഇങ്ങനെ ഈ 3 യോഗങ്ങളെയും വിസ്തരിച്ചു പറയുകയാണ് ഭഗവാൻ 20-ാമത്തെ അധ്യായത്തിൽ. ഈ 3ഉം മനുഷ്യരെ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള 3 വഴികളാണ്. ഓരോ തരത്തിലുള്ള ഗുണമുള്ള ആളുകൾക്ക് ഓരോന്ന് ശ്രേഷ്ഠമാവും എന്നാണ്. ലോകത്തിലുള്ള എല്ലാവരും ഒരേ തരക്കാരല്ല. അവരുടെ ബുദ്ധിയിൽ, അവരുടെ ചിന്താ രീതികളിൽ ഒക്കെ, വിചാരങ്ങളിൽ, വികാരങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഉപദേശം കൊടുക്കാൻ പറ്റില്ല. മാർഗങ്ങൾ പലതരത്തിലാവും. എല്ലാവരെയും ക്രമേണ ആത്മജ്ഞാനാനുഭൂതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശാസ്ത്രങ്ങളുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ളൊരു ഗുണം ദോഷം എന്നുള്ള വ്യത്യാസം വേദത്തിൽ പറയുന്നുണ്ട്, അങ്ങ് പറയുന്നു അത്തരത്തിലുള്ള വ്യത്യാസം കാണാൻ പാടില്ല എന്ന്. ഇത് എന്തുകൊണ്ടാണ്? വേദം അങ്ങയുടെ സ്വരൂപം തന്നെയാണല്ലോ, വേദോ നാരായണ സാക്ഷാൽ എന്നാണല്ലോ ഉദ്ധവൻ ചോദിക്കുന്നു. തുടർന്ന് ഉദ്ധവൻ പറയാണ്, വർണ്ണാശ്രമ വികൽപ്പം ച പ്രതിലോമാനുലോമജം ദ്രവ്യദേശവയക്കാലാൻ സ്വർഗം നരകമേവച. വർണ്ണാശ്രമ വികൽപ്പം, ജാതികളുടെയും ആശ്രമങ്ങളുടെയും ഭേദം പ്രതിലോമാനുലോമജം, പ്രതിലോമപ്രകാരവും അനുലോമപ്രകാരവും ജനിക്കുന്നവരുടെ ഉച്ച നികൃഷ്ടഭാവം. ദ്രവ്യദേശ വയക്കാലാൻ, ദ്രവ്യം, ദേശം, വയസ്സ്, കാലം, സ്വർഗം, നരകം. ഏവ ച, ഇവയൊക്കെ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഉത്തമ മധ്യമാധമന്മാരുടെ ഭേദങ്ങളും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വർണ്ണാശ്രമങ്ങളുടെ ഭേദങ്ങളും വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാരിൽ നിന്ന് താണജാതികളിലെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് അനുലോമജന്മാർ എന്നാണ് പറയുക. ദ്രവ്യങ്ങൾക്ക് ശുദ്ധിയും അശുദ്ധിയും പറഞ്ഞിട്ടുണ്ട് വേദങ്ങൾ. സ്വർഗം, നരകം, നല്ല പ്രദേശം, ചീത്ത പ്രദേശം, ശുഭം നിറഞ്ഞ സമയം, കാലം, അശുഭ സമയം, ഇങ്ങനെ എല്ലാത്തിലും ഈ ഗുണദോഷ കൽപ്പനകൾ അടിസ്ഥാനമായിട്ട് കാണുന്നുണ്ട്. അങ്ങ് പറയുന്നു രണ്ടിനെയും ഉപേക്ഷിക്കണം. അപ്പോൾ ഗുണദോഷാഭിതാദൃഷ്ടി അന്തരേണ വചസ്തവ,
നിശ്രേയസം കഥം നൃണാം നിഷേധ വിധി ലക്ഷണം. ഗുണദോഷാഭിതാദൃഷ്ടിം അന്തരേണ, ഗുണദോഷഭേദവിചാരം കൂടാതെ നിഷേധവിധി ലക്ഷണം, നിഷേധവും വിധിയും ആകുന്ന ലക്ഷണത്തോടു കൂടിയ തവ വച, അങ്ങയുടെ വാക്ക്, കഥം എങ്ങനെയാണത് നിലനിൽക്കുക, നൃണാം നിശ്രേയസം മനുഷ്യർക്ക് പരമപുരുഷാർത്ഥത്തെ കഥം എങ്ങനെ സാധിക്കും, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണേന്നാണ്. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും നിശ്ചയിച്ച് ദോഷങ്ങൾ ഉപേക്ഷിക്കണം, ഗുണങ്ങൾ സ്വീകരിക്കണം എന്നാണ് വേദങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങയുടെ കൽപ്പനയാണ് വേദവാക്യം. ജനങ്ങൾ പരമപുരുഷാർത്ഥത്തിലേക്ക് എങ്ങനെ എത്തും? ഗുണദോഷ ദൃശിർദോഷ, ഗുണദോഷ ഭേദദർശനം ദോഷമാണെന്ന് അങ്ങ് ഇപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് രണ്ടിനെയും ഉപേക്ഷിക്കണം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിഷേധവിധിലക്ഷണമായിരിക്കുന്ന പൂർവാജ്ഞയെ ഇത് തടസ്സപ്പെടുത്തുന്നില്ലേ? ആദ്യം പറഞ്ഞത് ശരിയല്ല എന്ന് വരില്ലേ? അന്യോന്യ വിരോധമായിട്ട് ഒരാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പരമപുരുഷാർത്ഥമായിരിക്കുന്ന നിശ്രേയസത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാനായിട്ട് സാധിക്കും? അതിന് വല്ലാത്ത കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരില്ലേ? അതോടൊപ്പം തന്നെ ഈ ഗുണം ദോഷം എന്ന ഭേദം ഇല്ല എന്ന് വരികയാണെങ്കിൽ നിഷേധവിധി ലക്ഷണമായിരിക്കുന്ന കർമ്മകാണ്ഡത്തിന് എന്താണ് പ്രസക്തി, എന്താണ് ഗതി? ആ വാക്ക് ശ്രദ്ധിക്കാഞ്ഞാൽ മനുഷ്യർക്ക് ചെയ്യേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ കാര്യത്തെക്കുറിച്ച് അറിവ് എങ്ങനെയുണ്ടാവും? ആത്മാവാ അരേ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ ഇതി, ആത്മാവിനെക്കുറിച്ച് കേൾക്കുകയും മനനം ചെയ്യുകയും നിധിധ്യാസനം ചെയ്യുകയും വേണം എന്ന് ആത്മജ്ഞാനമാകുന്ന സാധ്യത്തെ സാധിപ്പിക്കാനുള്ള സാധനം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ജ്ഞാനുധ്യായേൽ ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ഹിതൽ, പലതരത്തിലുള്ള ശബ്ദഭേദങ്ങളെ അനുധ്യാനം ചെയ്യരുത്. ആ ശബ്ദഭേദങ്ങൾ നമ്മളിൽ ഭ്രമം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള നിഷേധവിധി ഇല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യത്തെയും ജനങ്ങൾ എങ്ങനെയാണ് ധരിക്കുക? അവർക്ക് എങ്ങനെ മനസ്സിലാവും? അതുകൊണ്ട് ഗുണദോഷ കൽപ്പന അനുസരിച്ചുള്ള വിധിനിഷേധ രൂപമായ വേദം ശ്രേയസ്സിലേക്ക് എത്താൻ വളരെ ഗുണകരമാണ് എന്ന് വിചാരിക്കുന്നു. ഉദ്ധവൻ തുടർന്ന് പറയുകയാണ്, പിതൃദേവ മനുഷ്യാണാം ദേവശ്ചക്ഷുസ്തവേശ്വര ശ്രേയസ്ത്വനുപലബ്ധേർത്ഥേ സാധ്യസാധനയോരപി. ഹേ ഈശ്വര, അനുപലബ്ധേ പ്രാപിക്കാത്തതായ അർത്ഥേ കാര്യത്തിലും സാധ്യസാധനയോ അപി സാധ്യത്തിലും സാധനത്തിലും പിതൃദേവ മനുഷ്യാണ് പിതൃക്കൾക്കും ദേവന്മാർക്കും മനുഷ്യർക്കും ശ്രേയ ചക്ഷു തവ വേദ, ശ്രേയസ്സാകുന്ന ശ്രേഷ്ഠമാകുന്ന ചക്ഷു കണ്ണ് അങ്ങയുടെ വേദം തന്നെയാണ്. അങ്ങയുടെ കൽപ്പനയായ വേദം പിതൃക്കൾക്കും ദേവന്മാർക്കും മനുഷ്യർക്കും ഒക്കെ ഏറ്റവും ഉത്തമമായ കണ്ണാണ്. കാഴ്ചയ്ക്ക് ഏറ്റവും യോജിച്ചതാണ് വേദങ്ങൾ. പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത പരമശ്രേയസ് ഓരോരുത്തർക്കും എങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന മാർഗം ഈ വേദചക്ഷുസ് കൊണ്ടേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം സാധാരണ ബുദ്ധിക്ക് വിഷയമല്ലാത്ത കാര്യം കാട്ടിക്കൊടുക്കുന്നൊരു മഹാ തേജസ് അങ്ങയുടെ ആജ്ഞാരൂപമായിരിക്കുന്ന ഈ വേദം തന്നെയല്ലേ ഭഗവാനെ? അതുകൊണ്ട് ഗുണദോഷാഭിതാദൃഷ്ടിർ നിഗമാത്തേ നഹിസ്വത നിഗമേനാപവാദശ്ച ഭിദായ ഇതി ഹ പ്രഭ്രമ. അങ്ങയുടെ നിഗമാൽ വേദത്തിൽ നിന്ന് ഗുണദോഷാഭിതാദൃഷ്ടി, ഗുണം ദോഷം എന്ന ഭേദദർശനം ഉണ്ടായി. സ്വതഃ സ്വതവേ നഹി, അങ്ങനെയില്ല. ഭിദായ ഭേദത്തിൻ്റെ അപവാദ, അപവാദവും നിഗമേന വേദം കൊണ്ട് തന്നെ ഇതി എന്നത് ഭ്രമഃ ഭ്രമമായിരിക്കുന്നു. തീർച്ചയായും അങ്ങയുടെ വാക്ക് ഏതാണോ അത് തന്നെയാണ് വേദം. ആ വേദമാണ് ഗുണദോഷങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്, സ്വതയുണ്ടായതല്ല. അവിടുന്ന് തന്നെ ഇപ്പോൾ പറയണു ഗുണദോഷ ഭേദം ഇല്ല, അങ്ങനെ നോക്കരുത്, നോക്കിയാൽ അത് ദോഷമാണ്, രണ്ടിനെയും ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പം ഇത് രണ്ടും അങ്ങയുടെ വാക്കാകുന്ന വേദവും ഇപ്പോൾ അങ്ങ് പറഞ്ഞ വാക്കുകളും തമ്മിൽ വ്യത്യാസം വരുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ചഞ്ചലമായിട്ട് ഇരിക്കുന്നു. അന്യോന്യ വിരോധമാണ് ഇത് രണ്ടും. അപ്പം അതുകൊണ്ട്
ഇപ്പോൾ ആ പൂർവാപര വിരോധം കാണുന്നത് കൊണ്ട് എനിക്ക് ഒന്നിലും ഉറപ്പില്ലാത്ത ഒരു തലത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഇതിനെ അങ്ങ് തന്നെ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉദ്ധവൻ. ആ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളാണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത്. ഭഗവാന്റെ വളരെ വിശേഷമായിട്ടുള്ള ആ ഉപദേശം വേദത്തിൽ പറഞ്ഞത് ഓരോരുത്തർക്കും ആ അധികാരി ഭേദമനുസരിച്ച് മനസ്സിലാക്കണം. അന്യോന്യം വിരോധമാവും തോന്നുന്ന ഓരോ കർമ്മങ്ങളും അതിൽ സാധിക്കുന്ന അവസാനമായ ഫലം എന്നുള്ളത് ഒന്ന് തന്നെയാവും. അത് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന രീതിയിലാണ് ഭഗവാന്റെ ഉപദേശം നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഭഗവാന്റെ മറുപടി നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജീവൻ മുക്തി നിരൂപണ പ്രകരണത്തിൽ ഭക്തിയാദി യോഗത്രയ നിരൂപണം ആണ് ഈ 20ാമത്തെ അധ്യായം. ഭക്തി, ജ്ഞാനം, കർമ്മം, ഈ 3 തരത്തിലുള്ള യോഗത്രയങ്ങൾ എന്ന് പറയുന്നു. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ഭക്തി നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞ
ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.